നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അധികാരത്തിലെത്തിയാൽ കർഷക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പ്രിയങ്ക. കിസാൻ മാർച്ചിന് ബദലായി പുൽപ്പള്ളിയിൽ കർഷക സംഗമം. പൊരിവെയിലിൽ പ്രിയങ്കയെ കാത്തിരുന്നത് പതിനായിരങ്ങൾ. മാനന്തവാടിയിലും പുൽപ്പള്ളിയിലും പ്രിയങ്ക പൊതുവേദിയിൽ. മാനന്തവാടിയിൽ മോദിക്കെതിരെ പ്രസംഗം. CPIM-നെ കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ പ്രിയങ്ക. മാനന്തവാടിയെ ചെങ്കടലാക്കി LDF-ന്റെ റോഡ് ഷോ. ആയിരങ്ങൾ അണിനിരന്ന റോഡ് ഷോയിൽ ആവേശം വിതറാൻ PP സുനീറും മന്ത്രിമാരും. കോൺഗ്രസ് കോർപ്പറേറ്റ് വൽക്കരണ നയം തിരുത്തണമെന്ന് LDF. പരസ്യപ്രചാരണം നാളെ തീരും. കുട്ടിക്കലാശം ആഘോഷമാക്കാൻ മുന്നണികൾ. NDA-യുടെ കുട്ടിക്കലാശത്തിന് ദേശീയ നേതാക്കൾ. തൊണ്ടർനാട് മട്ടിലയത്ത് ശക്തമായ കാറ്റിൽ വാഴകൃഷി നശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം. ചീരാലിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. വിശദമായ വാർത്തയിലേക്ക്. ആദ്യം ലോക്സഭ 2019 തിരഞ്ഞെടുപ്പ് വാർത്തകൾ. വയനാടിന്റെ കാർഷിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ കർഷകരുടെ പ്രശ്നങ്ങൾ അധികാരത്തിലെത്തിയാൽ പരിഹരിക്കുമെന്ന് പുൽപ്പള്ളിയിലെ കർഷക സംഗമത്തിൽ ഉറപ്പു നൽകി പ്രിയങ്ക ഗാന്ധി. കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി റെയിൽ ബഡ്ജറ്റ് മാതൃകയിൽ കാർഷിക ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി പുൽപ്പള്ളിയിൽ പറഞ്ഞു. നിശ്ചയിച്ചതിലും 2 മണിക്കൂർ വൈകിയാണ് പ്രിയങ്ക ഗാന്ധി കർഷക സംഗമ വേദിയിലെത്തിയത്. തുടർന്ന് സംസാരിച്ച പ്രിയങ്ക ഗാന്ധി കർഷകരുടെ പ്രശ്നങ്ങളും അവ പരിഹരിക്കുന്നതിന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തിയാൽ ചെയ്യാനുദ്ദേശിക്കുന്ന കാര്യങ്ങളും പറഞ്ഞു. കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയാൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ചെയ്ത പോലെ കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളും. ബാങ്ക് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത കർഷകരുടെ മേൽ ക്രിമിനൽ കുറ്റം ചുമത്തുന്നത് ഒഴിവാക്കും. 12ാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം. പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കും. ന്യായ് പദ്ധതി പ്രകാരം ഓരോ കുടുംബങ്ങൾക്കും മിനിമം വേതനം ഉറപ്പാക്കും. വയനാട്ടിലെ പ്രധാന കാർഷിക വിളകളായ കുരുമുളക്, കാപ്പി, നെല്ല് എന്നീ വിളകളുടെ വിലത്തകർച്ച പരിഹരിക്കാൻ നടപടിയുണ്ടാവുമെന്ന പ്രിയങ്കയുടെ വാക്കുകൾ ഹർഷാരവത്തോടെയാണ് ഒത്തുകൂടിയവർ ഏറ്റുവാങ്ങിയത്. കഴിഞ്ഞ 5 വർഷക്കാലം കർഷകരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാകാത്ത സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. അധികാരത്തിലേറിയപ്പോൾ കർഷകരെ അവർ മറന്നുവെന്നും പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. ഇത് ഉത്തർപ്രദേശിലെ കർഷക ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചപ്പോൾ തനിക്ക് മനസ്സിലായെന്നും ഇതുതന്നെയാണ് വയനാട്ടിലെ കർഷകരുടെ അവസ്ഥയെന്നും അവർ കൂട്ടിച്ചേർത്തു. I meet my farmers, brothers and sisters who tell me that they are weighed down by debt, that there is no assistance from the government, that all night they stay awake guarding their fields from stray cattle, that when they demand their rights and they ask the government to help, the government just does not hear their demands and tries to suppress them. They tell me that 5 years ago, when they placed their faith in the BJP government and they brought it to power, they were told that their incomes would double. Some of them tell me that the cost of seed is actually more than the cost that they can sell their crops for. താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ദുർബലനായ ഭരണവും പ്രധാനമന്ത്രിയുമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നതെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളെ ദേശീയതയുടെ പേര് പറഞ്ഞ് ഭിന്നിപ്പിക്കാനാണ് BJP ശ്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയെക്കുറിച്ചും ജനങ്ങളുടെ പ്രശ്നങ്ങളെയും പറ്റി പറയാതെ പാകിസ്ഥാനെക്കുറിച്ച് സംസാരിക്കാനാണ് മോദി ഇഷ്ടപ്പെടുന്നത്. നിങ്ങളെ ആദരിക്കുന്ന, നിങ്ങളെ കേൾക്കുന്ന ഒരു പ്രധാനമന്ത്രിയെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കണമെന്നും കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുമെന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രിയങ്കയോടൊപ്പം KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല അടക്കമുള്ള ദേശീയ സംസ്ഥാന നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു. കർഷക സംഗമത്തിൽ പാളത്തൊപ്പിയടക്കം ധരിച്ച് സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമടക്കം ആയിരങ്ങളാണ് പങ്കെടുത്തത്. ബെന്നി മാത്യു, അനൂപ് വർഗീസ് എന്നിവരോടൊപ്പം അബു താഹിർ, ന്യൂസ് ബ്യൂറോ, പുൽപ്പള്ളി. ഇടതുപക്ഷം പുൽപ്പള്ളിയിൽ നടത്തിയ കർഷക പാർലമെന്റിന് മറുപടിയുമായി UDF-ന്റെ പുൽപ്പള്ളിയിലെ കർഷക സംഗമം. ഇടതുപക്ഷത്തിന്റെ കർഷക പാർലമെന്റിൽ മുൻ UPA സർക്കാരിന്റെ നയങ്ങളെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചപ്പോൾ UDF-ന്റെ കർഷക സംഗമത്തിൽ ഇടതുപക്ഷത്തെ വിമർശിക്കാതെ മോദി സർക്കാരിനെ വിമർശിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി ചെയ്തത്. രാഹുൽ ഗാന്ധിയുടെ വയനാട് മണ്ഡലം സ്ഥാനാർത്ഥിത്വം ഏറെ വാദപ്രതിവാദങ്ങൾക്കാണ് ഇടം വച്ചത്.
മതേതര ബദൽ എന്ന ആശയം പുലർത്തുമ്പോൾ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കൾ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. ഇതോടെ വയനാട് മണ്ഡലത്തിൽ ഇടതുപക്ഷം പോരാട്ടം കടുപ്പിക്കുകയും ചെയ്തു. മുൻ UPA സർക്കാർ നടപ്പിലാക്കിയ നയങ്ങൾ രാഹുൽ ഗാന്ധിയോട് ചോദ്യം ചെയ്താണ് പുൽപ്പള്ളിയിൽ കർഷക പാർലമെന്റും കിസാൻ മാർച്ചും ഇടതുപക്ഷം നടത്തിയത്. ഇതിൽ രൂക്ഷമായ ഭാഷയിൽ മുൻ UPA സർക്കാരിന്റെ നയങ്ങളെ ദേശീയ നേതാക്കൾ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇതിന് ബദലായാണ് UDF പുൽപ്പള്ളിയിൽ പ്രിയങ്ക ഗാന്ധിയെ തന്നെ എത്തിച്ച് കർഷക സംഗമം നടത്തിയത്. എന്നാൽ പ്രസംഗത്തിൽ ഇടതുപക്ഷത്തെ എതിർക്കാതെ മോദി സർക്കാരിനെ വിമർശിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി ചെയ്തത്. കർഷക സംഗമം വൻ വിജയമായിരുന്നെങ്കിലും ഇടതുപക്ഷത്തെ വിമർശിക്കാതെയുള്ള പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം വരും ദിവസങ്ങളിൽ ചർച്ചയാവുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ, പുൽപ്പള്ളി. പ്രിയങ്ക ഗാന്ധി എത്തിയത് നിശ്ചയിച്ചതിലും 2 മണിക്കൂർ വൈകി. 11:45 പുൽപ്പള്ളിയിൽ കർഷക സംഗമത്തിന് എത്തുമെന്ന് പറഞ്ഞ പ്രിയങ്ക ഗാന്ധി എത്തിയത് 1:30 കനത്ത ചൂടിൽ കാത്തിരുന്ന് മടുത്തെങ്കിലും വളരെ ആവേശത്തോടുകൂടിയാണ് കുടിയേറ്റ ജനത സ്വീകരിച്ചത്. പോലീസ് പരിശോധനയ്ക്ക് ശേഷം രാവിലെ 10 മണിയോടെ സമ്മേളന മൈതാനത്തെത്തിയവരുടെ നീണ്ട കാത്തിരിപ്പ്. ശക്തമായ വെയിലിൽ വിളകൾ കരിഞ്ഞതുപോലെ കാത്തിരുന്നവരും ക്ഷീണിതരായി. തങ്ങൾക്ക് ഇരിക്കാനായി സജ്ജീകരിച്ച കസേരകൾ മിക്കവരും വെയിലിനെ പ്രതിരോധിക്കാനുള്ള കുടയാക്കി മാറ്റി. ചൂടിൽ ദാഹിച്ചു വലഞ്ഞവർക്ക് വെള്ളവുമായി കുറച്ചുപേരെത്തി. ദാഹമകറ്റി വീണ്ടും കാത്തിരിപ്പ്. ഒടുവിൽ പ്രിയങ്ക ഗാന്ധിയെയും കൊണ്ടുള്ള ഹെലികോപ്റ്റർ സമ്മേളന നഗരിക്ക് മുകളിലൂടെ പറന്നു. ഇതോടെ വെയിലേറ്റ് തളർന്നവർ ആവേശഭരിതരായി. തുടർന്ന് പഴശ്ശിരാജ കോളേജ് മൈതാനത്തിറങ്ങി സമ്മേളനവേദിയായ പുൽപ്പള്ളി സീതാദേവി ലവകുശ ക്ഷേത്ര മൈതാനത്തെത്തിയ പ്രിയങ്ക ഗാന്ധി നേരെ പോയത് കർഷകരുടെ ഇടയിലേക്ക്. കാത്തിരുന്നു മുഷിഞ്ഞ കർഷകരുടെ പ്രശ്നങ്ങൾ അറിയുന്നതിനായി കർഷകരുടെ ഇടയിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തിയതോടെ ആവേശം ഇരട്ടിച്ചു. അഞ്ചു മിനിറ്റ് കർഷകരുമായി സംവദിച്ച ശേഷം വേദിയിലേക്ക് പോയി. വേദിയിലെത്തിയ പ്രിയങ്കയെ വാഴക്കുല നൽകിയാണ് നേതാക്കൾ സ്വീകരിച്ചത്. തുടർന്ന് എത്താൻ വൈകിയതിലുള്ള ക്ഷമാപണവുമായാണ് പ്രിയങ്ക ഗാന്ധി പ്രസംഗം ആരംഭിച്ചത്. My sisters and brothers of Wayanad, thank you for waiting for me in this heat, and I apologize for the delay for which you have had to wait even longer. ന്യൂസ് ബ്യൂറോ, പുൽപ്പള്ളി. രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പുൽപ്പള്ളിയിലെത്തിയ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയെ നേരിൽ കാണുന്നതിന് വന്നത് ഏറെയും വീട്ടമ്മമാർ. 11:30 പ്രിയങ്ക എത്തും എന്നറിയിച്ചതിനെ തുടർന്ന് രാവിലെ 10 മണിയോടുകൂടി മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി വീട്ടമ്മമാർ കൂട്ടമായാണ് ഒഴുകിയെത്തിയത്. മാധ്യമങ്ങളിലൂടെ മാത്രം കണ്ടിട്ടുള്ള പ്രിയ നേതാവിനെ കാണാൻ കുടുംബസമേതമാണ് മിക്കവരും എത്തിയത്. പുരുവെയിലത്ത് 3 മണിക്കൂറോളമാണ് പ്രിയങ്ക വരുന്നതും കാത്ത് അണികളിരുന്നത്. അവധിക്കാലമായതിനാൽ കുട്ടികളടക്കം നിരവധി പേർ ഗ്രൗണ്ടിൽ തിങ്ങി നിറഞ്ഞു. വേദിയിലെ മുൻനിരയിലെ കസേരകളിൽ സ്ത്രീകൾ നിറഞ്ഞിരുന്നു. പുൽപ്പള്ളിയിലെത്തിയ കോൺഗ്രസിന്റെ ആദ്യ ദേശീയ നേതാവിന് വൻ വരവേൽപ്പ് കൊടുക്കാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലാണ് പുൽപ്പള്ളിക്കാർ. ബെന്നി മാത്യു, വയനാട് വിഷൻ, പുൽപ്പള്ളി. ഗാന്ധി കുടുംബത്തിലെ 3 തലമുറയെ കണ്ട സന്തോഷത്തിൽ ചെറ്റപ്പാലം പുളിയാങ്കോട് വർഗീസ്. രാഹുലിനെ കാണാൻ ബത്തേരിയിലെത്തിയ വർഗീസ് പ്രിയങ്ക ഗാന്ധിയെ കാണാനും പുൽപ്പള്ളിയിൽ നേരത്തെ എത്തിയിരുന്നു. 1981 ഇന്ദിരാഗാന്ധിയും 87 രാജീവ് ഗാന്ധിയും ബത്തേരി സെന്റ് മേരീസ് ഗ്രൗണ്ടിലെത്തിയപ്പോൾ വർഗീസ് ഇവരെ കാണാനെത്തിയിരുന്നു. അന്നിവർ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന നേതാക്കന്മാർക്ക് വോട്ടഭ്യർത്ഥിക്കാനാണ് ബത്തേരിയിലെത്തിയത്. 2001 സോണിയാഗാന്ധിയെ കാണാനും വർഗീസ് എത്തി. ഗാന്ധി കുടുംബത്തിലെ 3ാം തലമുറയിലെ രാഹുൽ വയനാട്ടിൽ സ്വന്തമായി വോട്ടഭ്യർത്ഥിക്കുന്നു എന്ന പ്രത്യേകതയോടെ രാഹുലിനെ കാണാനും ബത്തേരിയിൽ വർഗീസ് എത്തിയിരുന്നു. ഇതിനു പുറമെയാണ് ഇന്ന് പ്രിയങ്കയെ കാണാൻ പൊരുവെയിലിനെ അവഗണിച്ച വർഗീസ് പുൽപ്പള്ളി എത്തിയത്. സോണിയാഗാന്ധിനെ കണ്ട് ഇന്ദിരാഗാന്ധിനെ കണ്ടിട്ടുണ്ട്. ഇവരാദ്യമായിട്ടാണ് കാണുന്നത്. രാഹുലിനെ കണ്ടിരുന്നോ വന്നപ്പോ? രാഹുലിനെ ഇപ്പോഴാണ് കണ്ടത്. ഇപ്പൊ ബത്തേരി വന്നപ്പോ ബത്തേരി പോയിരുന്നു, കാണാൻ പോയിരുന്നു അല്ലേ? കൽപ്പറ്റ പോയിരുന്നു. കൽപ്പറ്റ പോയില്ല, ബത്തേരി പോയിരുന്നു അല്ലേ? പ്രിയങ്കയെ അടുത്ത് കാണാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ഈ ഉറച്ച കോൺഗ്രസുകാരൻ. രാഹുലിന്റെ വിജയത്തിന് ശേഷവും അദ്ദേഹം വയനാട്ടിലെത്തിയാൽ കാണാൻ പോകുമെന്ന് തന്നെയാണ് വർഗീസ് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പുൽപ്പള്ളി. BJPക്കും മോഡി സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ച് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി. BJPയുടേത് വിഭജന രാഷ്ട്രീയം മാത്രമാണെന്നും കഴിഞ്ഞ 5 വർഷത്തെ ഭരണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്നും പ്രിയങ്ക.
ഇന്ത്യ ഉണ്ടാക്കിയ പ്രശസ്തിയും നേട്ടവുമെല്ലാം അവർ ഇല്ലാതാക്കിയെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വയനാട്ടിലെത്തിയ പ്രിയങ്ക മാനന്തവാടി വള്ളിയൂർക്കാവ് ക്ഷേത്ര മൈതാനിയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു. രാജ്യത്തെ സാധാരണക്കാരുടെ കാര്യത്തിൽ BJPക്ക് താൽപ്പര്യമില്ലെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കർഷകർക്കും ആദിവാസികൾക്കും നൽകിയ വാഗ്ദാനം നിറവേറ്റും. കർഷകരെ മോഡി സർക്കാർ വഞ്ചിച്ചിരിക്കുകയാണ്. മോഡി സർക്കാർ നിലകൊള്ളുന്നത് തന്നെ രാജ്യത്തെ ചില വ്യക്തികൾക്ക് വേണ്ടിയാണെന്ന് പ്രിയങ്ക പറഞ്ഞു. 5 വർഷങ്ങൾക്ക് മുൻപ് ഒരു സർക്കാർ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി. ഇന്ത്യയിലെ ജനങ്ങൾ BJP സർക്കാരിൽ വിശ്വാസവും പ്രതീക്ഷയും വെച്ച് പുലർത്തി. ആ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ തന്നെ ജനങ്ങളുടെ വിശ്വാസം തകർക്കാൻ ആരംഭിച്ചു. അധികാരം അവർക്കാണെന്നും ജനങ്ങളിലല്ലെന്നും അവർ വിശ്വസിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാവരുടെയും അക്കൗണ്ടുകളിൽ 15 ലക്ഷം രൂപ നിക്ഷേപിക്കാമെന്ന് പറഞ്ഞ അവർ അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് തുറന്നു പറഞ്ഞുവെന്നും പ്രിയങ്ക പറഞ്ഞു. In the atmosphere of division, hatred and negativity that pervades our country today, where the greed for political power is so insatiable that it has displaced the needs of the people, the suffering of the people, that the constitution is being destroyed, that democracy is being undermined, and the people's suffering has become secondary to one man's whims and weaknesses. A man like Rahul Gandhi, whose abiding faith in equality, love and freedom, his ability to embrace and resolve is a powerful message to all of us. ശരിക്കും നമ്മുടെ രാജ്യത്ത് വിഭജനവും വിദ്വേഷവും ഒക്കെ പടർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ, രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ കാണാൻ പറ്റുന്ന, ഒറ്റയായിട്ട് കാണാൻ പറ്റുന്ന, ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു വ്യക്തി, രാഹുൽ ഗാന്ധി എന്ന വ്യക്തി ഈ രാജ്യത്തിന് നൽകുന്നത് ഒരു വലിയ സന്ദേശമാണ്. രാഹുൽ ഗാന്ധി എന്ന വ്യക്തി തന്നെ ഒരു വലിയ സന്ദേശമാണ്. പരിപാടിയിൽ നിസാർ അഹമ്മദ് അധ്യക്ഷനായിരുന്നു. UDF നേതാക്കളായ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മോൻസ് ജോസഫ്, IC ബാലകൃഷ്ണൻ, PK ജയലക്ഷ്മി, PPA കരീം, MC സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ UDF പ്രവർത്തകർക്ക് ആവേശം പകർന്ന പ്രിയങ്ക. ചുട്ടുപൊള്ളുന്ന വെയിലത്തും ആവേശം ഒട്ടും ചോരാതെയാണ് വള്ളിയൂർക്കാവ് മൈതാനത്ത് ആയിരക്കണക്കിന് പ്രവർത്തകർ തടിച്ചുകൂടിയത്. പ്രസംഗത്തിൽ മുഴുവൻ BJPക്കെതിരെ തുറന്നടിച്ച പ്രിയങ്ക CPMനെതിരെ ഒരു വാക്കുപോലും പറഞ്ഞ് കുത്തി നോവിച്ചുമില്ല. പ്രിയങ്ക വന്നുപോയതോടെ ആവേശത്തിമിർപ്പിലായ പ്രവർത്തകർ പറയുന്നു രാഹുലിന്റെ ഭൂരിപക്ഷം 5 ലക്ഷത്തിലും കവിയുമെന്ന്. പ്രിയങ്കയുടെ മാനന്തവാടിയിലെ പൊതുയോഗം നിശ്ചയിച്ചത് രാവിലെ 10:30-ന്. എന്നാൽ പ്രിയങ്ക വന്നിറങ്ങിയതാവട്ടെ 12:20-ന്. സമയം 2 മണിക്കൂറിനടുത്ത് വൈകിയെങ്കിലും ഒട്ടും പരിഭവിക്കാതെ ക്ഷമയോടെ വള്ളിയൂർക്കാവ് പരിസരത്ത് തടിച്ചുകൂടിയത് 10,000-കണക്കിന് UDF പ്രവർത്തകർ. UDF സ്ഥാനാർത്ഥി രാഹുലിന്റെ സഹോദരി പ്രിയങ്കയുടെ വാക്കുകൾ കേൾക്കാൻ രാവിലെ 8 മണി മുതൽ തന്നെ വള്ളിയൂർക്കാവ് ഗ്രൗണ്ടിലേക്ക് UDF പ്രവർത്തകരുടെ ഒഴുക്കായിരുന്നു. ജാഥയായും കൂട്ടമായും പ്രവർത്തകർ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. കർശന സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് ഗ്രൗണ്ടിലേക്ക് ആളുകളെ പ്രവേശിപ്പിച്ചത്. BJPയെ നഖശിഖാന്തം വിമർശിച്ച ശേഷം രാഹുലിലെ കുട്ടിക്കാലം മുതൽ ഇന്നുവരെയുള്ള വിവരണം നൽകി ഏതാണ്ട് 40 മിനിറ്റ് പ്രസംഗിച്ച ശേഷമാണ് പ്രിയങ്ക ഹെലികോപ്റ്ററിൽ പുൽപ്പള്ളിയിലേക്ക് പറന്നത്. എല്ലാവരും സപ്പോർട്ടാണ്. പ്രിയങ്ക വന്നതോടുകൂടി ഇവിടുത്തെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി നല്ല ആവേശമായി പ്രവർത്തിക്കാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കെല്ലാം നല്ല ഊർജ്ജം കിട്ടി. രാഹുൽ ഗാന്ധി ജയിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം അവസാനിക്കാൻ ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ UDF പ്രവർത്തകർക്ക് ആവേശം പകർന്നുകൊണ്ടാണ് വയനാട് UDF പാർലമെൻറ്റ് മണ്ഡലം സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെ മാനന്തവാടിയിലുള്ള സന്ദർശനം. കത്തി എരിയുന്ന വെയിലത്തും 10,000-ങ്ങളാണ് പ്രിയങ്കയുടെ സംസാരം ശ്രവിക്കുന്നതിനായി ഈ വള്ളിയൂർക്കാവ് ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നിരുന്നത്. പ്രിയങ്ക ഗാന്ധി അരമണിക്കൂറോളം പ്രവർത്തകരെ ആവേശഭരിതരാക്കിയുള്ള പ്രസംഗത്തിന് ശേഷമാണ് ഈ വള്ളിയൂർക്കാവ് ഗ്രൗണ്ടിൽ നിന്നും യാത്ര തിരിച്ചത്. ക്യാമറമാൻ ജോനിത് ജയരാജനൊപ്പം സുരേഷ് തലപ്പുഴ. ആവേശം കൈമുതലാക്കുമ്പോഴും കത്തുന്ന ചൂടിന്റെ തീക്ഷ്ണതയകറ്റാൻ കുടയും സാരിത്തുമ്പും കസേരകളും മറയാക്കി UDF പ്രവർത്തകർക്ക് കുടിവെള്ളമെത്തിക്കാൻ നന്നേ പാടുപെട്ട് സംഘാടകരും. കത്തുന്ന വെയിൽച്ചൂടിൽ നിന്നും അല്പം ശമനം നേടാൻ UDF പ്രവർത്തകർ നന്നേ പാടുപെട്ടു എന്നു തന്നെ പറയാം. പ്രിയങ്കയുടെ വാക്കുകൾ ശ്രവിക്കാൻ വെയിലെത്തും മുൻപ് തന്നെ പ്രവർത്തകർ എത്തിത്തുടങ്ങിയിരുന്നു. ചിലർ കുട ചൂടി വെയിലിൽ നിന്നും ശമനം നേടുമ്പോൾ സ്ത്രീകളിൽ മിക്കവരും സാരിത്തുമ്പും തൊപ്പിയും ഉപയോഗിച്ച് വെയിലകറ്റാൻ ശ്രമിച്ചു. പുരുഷന്മാർ പലരും ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് വെയിലിനെ നേരിട്ടു. പിന്നെയും വെയിലിന്റെ കാഠിന്യം കൂടിയപ്പോൾ ഇരുന്ന കസേര തലയ്ക്കുമേലെ മറച്ചുവെച്ച് വെയിലിന്റെ തീക്ഷ്ണതയകറ്റി. 12 മണി കഴിഞ്ഞതോടെ ചൂട് ഇരട്ടിയായപ്പോൾ അവരവരെ കൊണ്ടുവന്ന വെള്ളം തീർന്നപ്പോൾ സംഘാടകരോടാണ് കുടിവെള്ളത്തിന് ആവശ്യം
ആവശ്യപ്പെട്ടത്. സംഘാടകർ കുപ്പിവെള്ളം എത്തിച്ചു നൽകുകയും ചെയ്തു. തടിച്ചുകൂടിയ ആയിരക്കണക്കിന് പ്രവർത്തകർക്ക് കുപ്പിവെള്ളം എത്തിക്കാൻ സംഘാടകർക്ക് വിയർപ്പൊഴിക്കേണ്ടി വന്നു. കുടിവെള്ളം ലഭിക്കാത്ത പ്രവർത്തകർക്ക് വെള്ളം നൽകാൻ സ്റ്റേജിൽ നിന്നും കോൺഗ്രസ് നേതാവ് KP അനിൽകുമാർ നിർദ്ദേശിക്കുന്നുണ്ടായിരുന്നു. അമ്മൻകുടവും ചെണ്ടമേളവും ആദിവാസിത്തുടിയും നൃത്തവുമെല്ലാം പ്രവർത്തകരുടെ ആവേശം ഇരട്ടിയാക്കി. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. മാനന്തവാടിയെ ചെങ്കടലാക്കി LDFന്റെ റോഡ് ഷോ. ആയിരങ്ങൾ അണിനിരന്ന റോഡ് ഷോയിൽ ആവേശം അലതല്ലി. വൈകിട്ട് 4 മണിക്ക് എരുമത്തെരുവിൽ നിന്നും ആരംഭിച്ച ടൗൺ ചുറ്റി സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ റോഡ് വഴി ഗാന്ധി പാർക്കിൽ സമാപിച്ചു. തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥി PP സുനീർ, OR കേളു MLA, MV ശ്രേയാംസ്കുമാർ എന്നിവർ അണിനിരന്നു. റാലിയുടെ മുൻനിരയിൽ LDF നേതാക്കളായ അഡ്വക്കേറ്റ് PV സന്തോഷ്, P ഗഗാറിൻ, വിജയൻ ചെറുകര, PV സഹദേവൻ, K ആന്റണി, ശശികുമാർ, പത്മനാഭൻ തുടങ്ങിയവർ അണിനിരന്നു. ബാൻഡ്, നാസിക്, ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ റാലി പ്രവർത്തകർക്ക് ആവേശം പകരുന്നതായിരുന്നു. മാനന്തവാടിയെ അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാക്കി മാറ്റിയ റോഡ് ഷോ കലാശക്കൊട്ടിന് മുന്നോടിയായുള്ള ശക്തിപ്രകടനം കൂടിയായി മാറി. വയനാട് വിഷൻ, മാനന്തവാടി. പ്രകടന പത്രികകളിൽ വിളകൾക്ക് ന്യായവില നൽകുന്നതിൽ മൗനം പാലിക്കുന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസും BJPയും കർഷക വഞ്ചന തുടരുകയാണെന്ന് LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വയനാട്ടിലെ കാർഷിക പ്രതിസന്ധിക്കും കർഷക ആത്മഹത്യയ്ക്കും കാരണം കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയ ASEAN കരാറാണ്. കർഷക ആത്മഹത്യയ്ക്കും കാർഷിക പ്രതിസന്ധിക്കും കാരണമായ കൃഷിയുടെ കോർപ്പറേറ്റ് വൽക്കരണ നയം തിരുത്താൻ തയ്യാറാകാത്ത കോൺഗ്രസിന് വയനാട് തിരിച്ചടി നൽകുമെന്നും ഇവർ പറഞ്ഞു. LDF വയനാട് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ചെയർമാൻ CK ശശീന്ദ്രൻ MLA, കൺവീനർ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AR സിന്ധു, CPI അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊഗേരി, അഖിലേന്ത്യാ കിസാൻ സഭ ഫിനാൻസ് സെക്രട്ടറി കൃഷ്ണപ്രസാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UDF സ്ഥാനാർത്ഥി AICC പ്രസിഡന്റാണ്. ആ പ്രസിഡന്റ് പറയേണ്ട കാര്യങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെട്ട വയനാട് ജനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള 10 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ അഗ്രേറിയൻ ക്രൈസിസാണ്. ആ അഗ്രേറിയൻ ക്രൈസിസിൽ നിന്ന് അതിൻ്റെ കാരണങ്ങളിൽ നിന്ന് കോൺഗ്രസ് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നു. ലിബറൽ നയങ്ങൾ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് 3000-ലധികം കർഷകർ ആത്മഹത്യ ചെയ്തത്. ആ കർഷക ആത്മഹത്യക്ക് എന്താണ് കാരണം? ആ ചോദ്യത്തിന് ഇതൊരു ഉത്തരം പറഞ്ഞിട്ടില്ല. ആ ചോദ്യത്തിൽ നിന്ന് ഉത്തരം പറയാതെ ഒരു മൃദു ഹിന്ദുത്വ സമീപനത്തിലൂടെ BJPയോട് മത്സരിക്കുകയാണ് ഈ വയനാട് നിയോജക മണ്ഡലത്തിൽ. ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനോടുകൂടിയുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലൊരു സന്ദേശം കൊടുത്ത് ഈ വിഷയങ്ങളിൽ നിന്ന്, രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി മറ്റു വൈകാരികമായ തലങ്ങളിലേക്ക് വോട്ടർമാരെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് ശരിയായ സമീപനമല്ല. കേരള മഹിളാ സംഘത്തിന്റെയും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും നേതൃത്വത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി PP സുനീറിന്റെ പ്രചരണാർത്ഥം മഹിളാ വിളംബര ജാഥ നടത്തി. ജാഥയിൽ മഹിതാ മൂർത്തി, നിർമ്മല, ബീന, ശാന്തകുമാരി എന്നിവർ പങ്കെടുത്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ അഖില കേരള വിശ്വകർമ്മ മഹാസഭ തീരുമാനിച്ചതായി AKVMS സംസ്ഥാന സെക്രട്ടറി രാജൻ തോട്ടത്തിൽ അറിയിച്ചു. വയനാട് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി PP സുനീറിന്റെ വിജയത്തിന് ഏറനാട്, നിലമ്പൂർ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി, വൈത്തിരി, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സഭയുടെ മുഴുവൻ പോഷക സംഘടനകളുടെയും പൂർണ്ണ പിന്തുണ PP സുനീറിനുണ്ടെന്നും ഇവർ പറഞ്ഞു. ഈ കഴിഞ്ഞ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അഖില കേരള വിശ്വകർമ്മ സഭയുടെ നിലപാടിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. ഈ ആസന്നമായ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അഖില കേരള വിശ്വകർമ്മ മഹാസഭ തീരുമാനിക്കുകയും ഈ കാലയളവിൽ ഞങ്ങളെ വഞ്ചിച്ച ഒരു ജനാധിപത്യ മുന്നണിയെ പിന്താങ്ങുന്ന നിലപാടിൽ നിന്ന് സഭ പിന്മാറിയിരിക്കുകയാണ്. ഈ 45 ലക്ഷത്തോളം വരുന്ന വിശ്വകർമ്മ സമുദായത്തിന്
പിന്തുടരുന്ന അവകാശങ്ങൾ ഒന്നും കിട്ടാത്തൊരവസ്ഥയായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നൊരു മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ സമുദായം ഈ ഒരു പിന്തുണ വയ്ക്കാനുണ്ടായ സാഹചര്യം. മോദി ഗവൺമെന്റിന്റെ തെറ്റായ ഇറക്കുമതി നയം തോട്ടം മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്ന് STU സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം. തെറ്റായ ഇറക്കുമതി നയത്തിന്റെ ഫലമായി മുഴുവൻ കാർഷിക നാണ്യവിളകളും വിലയിടിഞ്ഞതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. തോട്ടം തൊഴിലാളികൾക്കിടയിൽ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ട്രേഡ് യൂണിയൻ സംഘത്തോടൊപ്പം എത്തിയതായിരുന്നു അദ്ദേഹം. ആര് ജയിച്ചാലും തങ്ങൾക്ക് അവഗണന മാത്രം എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം തോട്ടം തൊഴിലാളികളുണ്ട്. അവർക്കിടയിലേക്ക് തങ്ങളുടെ പ്രചരണം എത്തിക്കാനുള്ള ശ്രമമാണ് INTUC STU സംഘടനകളുടെ സംയുക്ത സംഘം മേപ്പാടിയിൽ നടത്തിയത്. വ്യവസായ മേഖലയെ തളർത്തുകയും തൊഴിലാളി സമൂഹത്തിനിടയിൽ അരക്ഷിതബോധം സൃഷ്ടിക്കുകയുമാണ് കഴിഞ്ഞ 5 വർഷക്കാലം മോദി സർക്കാർ ചെയ്തത്. കോർപ്പറേറ്റുകളെ വളർത്തുകയും തൊഴിൽ നിയമങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്തു. തൊഴിൽ നിയമങ്ങളുടെ സംരക്ഷണം തൊഴിലാളി സമൂഹത്തിന് ഉറപ്പുവരുത്താൻ UPA ഗവൺമെൻറ് അധികാരത്തിൽ വരേണ്ടത് പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെ പോലെ UDF ഗവൺമെൻറ്, അതായത് ഞങ്ങൾ ഒന്നിച്ചെന്ന് അതിനു വേണ്ടി പടപൊരുതും. അതിലെ കാര്യങ്ങൾ നടപ്പാക്കാൻ ഞങ്ങൾ പരിശ്രമിക്കും. അത് ഞങ്ങൾ 100% ഉറപ്പ് തരികയാണ്. ആ കാര്യത്തിൽ ഞങ്ങൾ മുൻകാലത്ത് എന്തൊക്കെ ചെയ്തോ അത് തുടർന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതാണ് ജസ്റ്റിസ് കൃഷ്ണൻ നായർ റിപ്പോർട്ടിനെ കുറിച്ച്. കാരണം നടപ്പാക്കേണ്ട ഗവൺമെൻറ്റാണ്. അത് നടപ്പാക്കാൻ ഇപ്പം ഞങ്ങളെ ഗവൺമെൻറ് ഇവിടെ ഇല്ല. അപ്പം ഞങ്ങളെ ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും ഞങ്ങളെ ഗവൺമെൻറ്റിനെ കൊണ്ട് മാത്രമേ തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ എന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ്. UDFും അതുപോലെ UPAയും ജയിക്കുക എന്നത് തൊഴിലാളി വർഗത്തിന് ഏറ്റവും പ്രധാനമാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. റിപ്പൺ, നെടുങ്കരണ, തിനപുരം, ചൂരൽമല എന്നിവിടങ്ങളിൽ തോട്ടം തൊഴിലാളികളെ തൊഴിലിടങ്ങളിൽ ചെന്ന് കണ്ട് അവർ വോട്ട് അഭ്യർത്ഥിച്ചു. PV കുഞ്ഞുമുഹമ്മദ്, N വേണുഗോപാൽ, B സുരേഷ് ബാബു, M ബാപ്പുട്ടി ഹാജി തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. വയനാട് വിഷൻ, മേപ്പാടി. രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ നിന്ന് മേപ്പാടി തോട്ടം മേഖലയിലെത്തിയ 5 പേരടങ്ങിയ സംഘം വേറിട്ട കാഴ്ചയായി. തോട്ടം തൊഴിലാളികളോട് തമിഴിൽ വോട്ട് അഭ്യർത്ഥിക്കുന്ന കാഴ്ചയാണ് വേറിട്ട അനുഭവമായത്. തമിഴ്നാട് കാഞ്ചീപുരം ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് മേപ്പാടിയിലെത്തിയത്. തമിഴ്നാട്ടിലെ വോട്ടെടുപ്പ് കഴിഞ്ഞാണ് കോൺഗ്രസ് പ്രവർത്തകരായ തമിഴ്നാട് സംഘം മേപ്പാടിയിലെത്തിയത്. തമിഴ്നാട്ടിൽ കോൺഗ്രസ് DMK മുന്നണിയിലാണ് CPM അടക്കമുള്ള ഇടതുപക്ഷം. മോദി ഭരണത്തിന് അന്ത്യം കുറിക്കാൻ തമിഴ്നാട്ടിലേതുപോലെയുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണമെന്നാണ് അവർ തോട്ടം തൊഴിലാളികളോട് പറയുന്നത്. இந்த நாட்டுக்கு ஒரு நல்ல தலைவர் தேவை. இந்த தேசத்துக்கு மதச்சார்பின்மை தலைவர் தேவை. அதனால் ராகுல் காந்தி அதிக வாக்கு வித்தியாசத்தில் வெற்றி பெறணும். அதனால் தமிழ்நாட்டில் நேற்றுக்கு வாக்குப்பதிவு முடிஞ்சது. உடனே கிளம்பி ராகுல் காந்தி தலைவர் வந்திருக்கிறோம். எல்லா வாக்காளர் மத்தியிலும் எங்களால் முடிஞ்ச அளவுக்கு வாக்கு சேகரித்து இளம் தலைவர் ராகுல் அவர்கள் இந்த நாட்டினுடைய பிரதமர் ஆகணும். இந்த நாட்டில் இருக்கிற அடித்தட்டு மக்கள், உழைக்கிற மக்கள், நடுத்தர மக்கள் எல்லாம் வளம் பெறணும் என்ற நோக்கம் ராகுல் காந்தி வெற்றி பெறணும். என் பேர் நாகராஜன், காஞ்சிபுரம் மாவட்டம், PCC தமிழ்நாடு. கந்தவேல், காஞ்சிபுரம் டிஸ்ட்ரிக்ட் சேவாதல் பிரசிடென்ட், தமிழ்நாடு. തമിഴ്നാട് PCC അംഗം AV നാഗരാജ്, കാഞ്ചീപുരം ജില്ലാ സേവാദൾ പ്രസിഡന്റ് VS കന്തവേൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമാണ് മേപ്പാടിയിലെത്തിയത്. ഊട്ടിയിൽ നിന്ന് 10 പേരടങ്ങിയ ഒരു സംഘം സുൽത്താൻ ബത്തേരി അസംബ്ലി മണ്ഡലത്തിലും പ്രചരണത്തിനെത്തിയിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. വയനാട് വിഷൻ, മേപ്പാടി. പരസ്യപ്രചരണം നാളെ തീരും. കലാശക്കൊട്ടിനൊരുങ്ങി മുന്നണികൾ. നാളെ കലാശക്കൊട്ടിന് NDA ബത്തേരിയിൽ സ്മൃതി ഇറാനിയുടെ റോഡ് ഷോ സംഘടിപ്പിക്കും. NDAയുടെ സ്റ്റാർ ക്യാമ്പയിനർമാരാരും ഇതുവരെ വയനാട്ടിൽ തുഷാറിൻ്റെ പ്രചാരണത്തിന് എത്തിയിരുന്നില്ല. നാളെ സ്മൃതി ഇറാനിയുടെ റോഡ് ഷോയോടെ മറ്റ് 2 മുന്നണികൾക്കും മറുപടി നൽകാനാണ് BDJSന്റെ നീക്കം. NDA ഇതുവരെ സ്റ്റാർ ക്യാമ്പയിനർമാരെ രംഗത്തിറക്കിയിരുന്നില്ല. തുഷാറിന്റെ ഏകാന്ത പ്രചാരണമായിരുന്നു ഇതുവരെ. അമിത്ഷായുടെയും പ്രധാനമന്ത്രിയുടെയും പേരുകൾ തുഷാറിന്റെ മണ്ഡലത്തിൽ പറഞ്ഞുകേട്ടെങ്കിലും ആരും വന്നില്ല. 2 പേരുടെയും ചില വയനാട് പരാമർശങ്ങൾ തുഷാറിന് തിരിച്ചടിയാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് അമേഠിയിലെ രാഹുൽ ഗാന്ധിയുടെ പ്രധാന എതിരാളി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി തന്നെ BDJSനു വേണ്ടി നാളെ ബത്തേരിയിൽ എത്തുന്നത്. കാലത്ത് 9 മണിക്ക് ബത്തേരി സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സ്മൃതി ഇറാനി ഗാന്ധി ജംഗ്ഷനിൽ പ്രസംഗത്തിനുശേഷം റോഡ് ഷോയിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ.
തൊണ്ടർനാട് മട്ടിലയത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ വാഴത്തോട്ടം നശിച്ചു. കുഞ്ഞോം പാതിരിമന്നം കൈലാസന്റെ കുലച്ച് മൂപ്പെത്താറായ 8000-ഓളം വാഴക്കുലകളാണ് കാറ്റിൽ നിലംപൊത്തിയത്. ഏകദേശം 12 ലക്ഷത്തോളം രൂപ നഷ്ടമുണ്ടാവുമെന്ന് കരുതുന്നു. ബാങ്കിൽ നിന്നും വ്യക്തികളിൽ നിന്നും ലോണെടുത്തും വായ്പയെടുത്തും ലക്ഷങ്ങൾ കൈലാസിന് ബാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രകൃതിക്ഷോഭത്തിലും വാഴകൃഷി നശിച്ച് വൻ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ നല്ല വിളവ് ലഭിക്കുമെന്നും അതിലൂടെ നഷ്ടം നികത്താമെന്നും കരുതിയാണ് കൂടുതൽ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷിയിറക്കിയത്. കൃഷി നശിച്ചതോടെ ജീവിതം എങ്ങനെ മുന്നോട്ടു പോകുമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് ഈ കർഷകൻ. മൊത്തം 9000 വാഴയുണ്ട്. അതിൽ 90% നഷ്ടപ്പെട്ട്. മറ്റേനി മുന്നോട്ട് പോകണമെങ്കിൽ മറ്റു മാർഗങ്ങളില്ല. ഒരുപാട് ബാധ്യതകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. വ്യക്തികളോട് വായ്പ മേടിച്ചതും സ്വർണം വിറ്റതും ഒക്കെ ആയിട്ട് വിറ്റ് നശിപ്പിച്ച് കളഞ്ഞു. പണയം വെക്കാൻ മാർഗം, അത് തിരിച്ചെടുക്കാനുള്ള സമയം നോക്കി പോകണ്ടേ. തുച്ഛമായ പൈസയല്ലേ പിന്നെ ബാക്കി ഉണ്ടാവും. അതുകൊണ്ട് കിട്ടുന്നിടത്തൊക്കെ സ്വർണം വിറ്റ് പിന്നെ അവിടുന്ന് ഇവിടുന്ന് വ്യക്തികളോട് കടം വാങ്ങി 5 ലക്ഷം റുപ്യ പുറത്ത് തന്നെ കടമുണ്ട് വ്യക്തികൾക്ക് കൊടുക്കാൻ. ഇനിയിപ്പം മുന്നോട്ട് ഉദ്യോഗസ്ഥന്മാരോ മറ്റുള്ളവരോ എന്തെങ്കിലും കാര്യമായി അടിയന്തരമായിട്ട് ചെയ്തില്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടില്ല, ജീവിക്കാനാവൂല. മൊത്തം പ്രശ്നം മാനസികമായിട്ട് തന്നെ മൊത്തം പ്രശ്നത്തിലാണ് ഉള്ളത്. സങ്കടപ്പാട് എത്ര പറഞ്ഞാലും ആരും അതിനെ ഒരു ഗവനിക്കുന്ന ഒരു രീതിയിലല്ല ഇതുവരെ. ജീവനക്കാരുടെ ഭാഗത്തൊന്നുമില്ല, മറ്റേ കർഷക സംഘടനയുടെ അടുത്തുനിന്നില്ല, ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തുനിന്നില്ല, സർക്കാരിന്റെ അടുത്തുനിന്നില്ല. എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്, എന്തൊക്കെയോ വാങ്ങുന്നുണ്ട്. കിട്ടുന്നവർക്ക് അർഹതപ്പെട്ടവനൊന്നും കിട്ടുന്നില്ല. വയനാട് വിഷൻ കോറോം. കനത്ത മഴയിലും കാറ്റിലും വീടിന്റെ മേൽക്കൂര തകർന്നു. കോളിയാടി വലിയ കുളത്തിപ്പാട്ട് പ്രഭാകരന്റെ വീടിന്റെ മേൽക്കൂരയാണ് പൂർണ്ണമായും തകർന്നത്. വീടിനുള്ളിൽ ആളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഇന്നലെ 5 മണിയോടെ വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് മേൽക്കൂര തകർന്നത്. പ്രഭാകരനും കുടുംബവും ബന്ധുവീട്ടിൽ വിരുന്നു പോയതിനാൽ വൻ ദുരന്തം ഒഴിവായി. മഴയിൽ വീട്ടിനുള്ളിലെ ഗൃഹോപകരണങ്ങളെല്ലാം നനഞ്ഞു കുതിർന്നു. പിന്നീട് നാട്ടുകാർ ചേർന്ന് വീടിന് മുകളിൽ വലിയ ഷീറ്റ് വലിച്ചു കെട്ടുകയായിരുന്നു. ബന്ധുവീട്ടിൽ പോയ കുടുംബം ഇന്ന് കാലത്താണ് തിരികെ എത്തിയത്. മഴ കാറ്റും വന്ന് ഞങ്ങളുടെ വീടിൻ്റെ മേൽക്കൂര കംപ്ലീറ്റ് നശിക്കുവാനിടയായിത്തീർന്നു. പിന്നെ ഞങ്ങളുടെ അയൽവാക്കക്കാരൊക്കെയാണ്, നാട്ടുകാരൊക്കെ കൂടിയാണ് അത് സഹായിച്ചത്. ഞങ്ങളിവിടെ ഇല്ലായിരുന്നു, ഞങ്ങൾ മൈസൂർ പോയതായിരുന്നു. അത് കാരണം വലിയ ഒരു അപകടത്തിൽ ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടു. പിന്നെ നാട്ടുകാരാണ് ഇതെല്ലാം ചെയ്യുവാൻ സഹായിച്ചതും. വീടിനുള്ളിലേക്ക് തകർന്നു വീണ മേൽക്കൂര ഗൃഹോപകരണങ്ങൾക്കും കേടുവരുത്തി. വില്ലേജിൽ നിന്നും കണക്കെടുത്ത് പോയിട്ടുണ്ടെങ്കിലും ആനുകൂല്യം ലഭിക്കാൻ കാലതാമസമുണ്ടാകും. ഈ സാഹചര്യത്തിൽ വരും ദിനങ്ങളിൽ മഴ തുടർന്നാൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് 2 പെൺമക്കളടങ്ങുന്ന കുടുംബം. വയനാട് വിഷൻ, ചീരാൽ. പ്രധാന വാർത്തകൾ വീണ്ടും. അധികാരത്തിലെത്തിയാൽ കർഷക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പ്രിയങ്ക. കിസാൻ മാർച്ചിന് ബദലായി പുൽപ്പള്ളിയിൽ കർഷക സംഗമം. പൊരിവെയിലിൽ പ്രിയങ്കയെ കാത്തിരുന്നത് 10,000-ങ്ങൾ. മാനന്തവാടിയിലും പുൽപ്പള്ളിയിലും പ്രിയങ്ക പൊതുവേദിയിൽ. മാനന്തവാടിയിൽ മോദിക്കെതിരെ പ്രസംഗം. CPIM-നെ കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ പ്രിയങ്ക. മാനന്തവാടിയെ ചെങ്കടലാക്കി LDF-ന്റെ റോഡ് ഷോ. ആയിരങ്ങൾ അണിനിരന്ന റോഡ് ഷോയിൽ ആവേശം വിതറാൻ PP സുനീറും മന്ത്രിമാരും. കോൺഗ്രസ് കോർപ്പറേറ്റ് വൽക്കരണ നയം തിരുത്തണമെന്ന് LDF. പരസ്യപ്രചാരണം നാളെ തീരും. കുട്ടിക്കലാശം ആഘോഷമാക്കാൻ മുന്നണികൾ. NDA-യുടെ കുട്ടിക്കലാശത്തിന് ദേശീയ നേതാക്കൾ. തൊണ്ടർനാട് മട്ടിലയത്ത് ശക്തമായ കാറ്റിൽ വാഴകൃഷി നശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം. ചീരാലിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.